ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇയാൾ പറയുന്നത് കള്ളമാണ്. എന്നാ മോനെ ചായന്റെ ഉള്ള മോനെ, അനക്ക് എന്ത് പറ്റി? ഒന്നുമില്ലമ്മ. എന്നാ ഇത് കുടി. എനിക്ക് വേണ്ടുമ്മ. അനക്ക് സുഖില്ലേ? പടച്ചോനെ, എന്റെ മോനിത് എന്ത് പറ്റി? ഉമ്മാനോട് പറ മോനെ. അമ്മ, ഞാനിന്നൊരു കാഴ്ച കണ്ടു. എന്താ മോനെ? വണ്ടിക്ക് തലവെച്ച് മരിച്ചു കിടക്കുന്ന ഒരു അമ്മയും കുഞ്ഞിനെ കോടതിയിൽ ഞാൻ കള്ളസാക്ഷി പറഞ്ഞ് കൊലയാളിയാക്കി മനുഷ്യന്റെ ഭാര്യയും കുഞ്ഞുമായിരുന്നത്. ഇന്നത്തെ കൊണ്ട് എല്ലാം കഴിഞ്ഞമ്മ. കള്ളസാക്ഷി പറയാൻ ഞാനിനി പോവില്ല. ജോലി ചെയ്ത് ഞാൻ ഇനി ജീവിക്കും. ഇന്നു മുതൽ അബ്ദു ഒരു പുതിയ മനുഷ്യനാണ്. മോനെ, എന്ത് ജോലിയായാലും അധ്വാനിച്ച് തിന്നുന്ന ചോറിന്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. മോനെ ചായനുള്ള കൂടി. ഹലോ, അതെ, മിസ്റ്റർ സുന്ദരേശനുണ്ടോ? ഉണ്ടല്ലോ. എവിടെ? ഒന്ന് വിളിക്കാമോ? അകത്തുണ്ട്. എന്താ പറഞ്ഞേ? മാനേജർ വന്നിട്ടില്ല. ആ, എന്താണോ ചായക്ക് ഇത്ര താമസം? ചായയിൽ പൊക്കിക്കൊണ്ട് വരണ്ടേ? ഒരു സ്റ്റൗ മാറ്റി വെക്കാത്തത് ഇട്ട് കുടിക്കാമല്ലേ? സാറേ, കോംപ്ലാൻ ഇല്ല. ചായ വേണോ? ആ, ശരി. എന്തോ എന്തോ നിന്നെ ഇന്ന് പതിവ് പോലെ ഹാളിലൊന്നും കണ്ടില്ലല്ലോ. ഓഫീസിൽ നിന്ന് ഒരുപാട് ചായ, ഓഫീസിൽ നിന്ന് ഒരുപാട് ഫയൽസ് ഹാൻഡ് ഓവർ ചെയ്യാനുണ്ടായിരുന്നു. വല്ലാത്ത ക്ഷീണം. ആ, അമ്മയുമായി വഴക്കുണ്ടായില്ലേ? ശരി, കോട്ടൂരണ്ട, ഹോർലിക്സ്. എന്താ സന്തോ ഇത്? വൃത്തിയുണ്ടായിരുന്നു. നിങ്ങൾക്ക് ബാങ്കിൽ എന്താണ് ജോലി? ഓഫീസർ. ഓഫീസറുടെ ജോലിയാണ് ചായ സപ്ലൈ ചെയ്യുന്നത്. ചായ സപ്ലൈ? നീ എന്തോ പറയാൻ സന്തോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ പിയോടാണ്. എന്നെ ചീറ്റ് ചെയ്താണ് നിങ്ങൾ മാനേജ് ചെയ്തത്. ഇല്ല, ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ പറയുന്നത് സന്തോ, ഞാൻ ചീറ്റ് ചെയ്തില്ല സന്തോ. സന്തോ, സന്തോ, വേണ്ട, ഞാൻ ഈ നിമിഷം ഇവിടെ നിറങ്ങാണ്. സന്തോ, നീ എങ്ങോട്ടും പോണ്ട സന്തോ. നീ ഇല്ല, എനിക്ക് ജീവിക്കാനാവൂല്ലോ സന്തോ. സന്തോ, SSLC-കാരനും പിയോണുമായ ഒരു ഭർത്താവ് എന്റെ സ്റ്റാറ്റസിന് ചേർന്നല്ല. നീ വിഷമിക്കാതെ, എല്ലാ പ്രശ്നത്തിനും ഞാൻ പരിഹാരം ഉണ്ടാക്കാം സന്തോ. എങ്ങനെ? നീ വാ, ഞാൻ പറയാം. ഒന്നാമത്തെ പ്രശ്നം, ഞാൻ SSLC ആണെന്നുള്ളതല്ലേ. നാളെ ഏതെങ്കിലും ട്യൂട്ടോറിയൽ കോളേജ് ചേർന്ന് BSc വരെ പഠിച്ചാൽ ആ പ്രശ്നം തീർന്നു. രണ്ടാമത്തെ പ്രശ്നം, ഞാൻ ബാങ്കിൽ ഓഫീസർ അല്ല എന്നുള്ളത്. BSc വരെ പഠിച്ച് എനിക്ക് പ്രമോഷൻ കിട്ടും. അതോടെ ചായ കൊടുപ്പ് നിൽക്കും. അപ്പോഴും നിന്റെ പ്രശ്നം ബാക്കി കിടക്കുന്നു. നീ പ്രസവിക്കുന്നതിന് പകരം എന്റെ അമ്മ പ്രസവിച്ചാൽ മതിയോ? ഞാൻ സുന്ദരേശനാണെങ്കിൽ ഇന്ന് ഈ നിമിഷം നിന്റെ പ്രശ്നത്തിന് ആദ്യം പരിഹാരം കാണും. നിന്റെ പ്രശ്നം പരിഹരിക്കണം. രാധയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഏതായാലും നന്നായല്ലേ? എന്താ? അല്ല, രാത്രിയിൽ മിനിമോള് രാധയോട് കിടന്നോളല്ലോ. ഓ, മതി. പിന്നെ വേണന്റെ കാര്യം എന്തായി? ചേട്ടൻ അന്വേഷിക്കുന്നില്ലേ? രാധ ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ എന്ന് കരച്ചില്ല. അതിനവൻ മണ്ടാസിന് വരാതെ ഞാൻ എന്ത് ചെയ്യാനാ? ആന്റിക്ക് ബോധ്യത്തിന്റെ കഥ അറിയാമോ? എനിക്കറിയാം. ടീച്ചർ പറഞ്ഞു തന്നതാ. എനിക്ക് രസമാണെന്ന്. അയ്യേ, ആന്റിക്ക് ഒരു കഥ അറിയത്തില്ല. മോൾ ഉറങ്ങിക്കും. മമ്മിയും ഡാഡി ഉറങ്ങിക്കാണും. രാത്രി ഒരുപാടായില്ലേ? ഏയ്, ഡാഡി ഉറങ്ങത്തില്ല. മമ്മി ഉറക്കത്തി പിച്ചും പേയും പറയുന്നുണ്ടോ നോക്കുക. നല്ല മീനുണ്ട്.
വേണു മദ്രാസിൽ നിന്നും വരാതിരിക്കില്ല. രാധ വിഷമിക്കാതിരിക്കും. എത്ര ദിവസം എന്ന് വെച്ചാ ചേച്ചി ഇവിടെ ഇങ്ങനെ? ഓഹോ, അതാണോ കാര്യം? അതുകൊണ്ടൊന്നും രാധ പറയാകണ്ട. രാധയ്ക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ താമസിക്കാം. എനിക്കിവിടെ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ സമയമെങ്കിലും പോയി കിട്ടുമായിരുന്നു. ചേച്ചി രവേട്ടനോട് പറഞ്ഞ് എനിക്കൊരു ജോലി വാങ്ങി തരാമോ? ഞാൻ ചേട്ടനോട് പറയാം. മമ്മി മമ്മി ഇത് കണ്ടോ മമ്മി? ബാറ്റിന്റെ ഗട്സ് പൊട്ടിപ്പോയി. ഒന്ന് കേട്ടിട്ടാ മമ്മി? എനിക്കിത് കെട്ടാനൊന്നും അറിഞ്ഞൂടാ. ഇങ്ങ് തരൂ ചേച്ചി, ഞാൻ കെട്ടിക്കൊടുക്കാം. താങ്ക് യു ആന്റി. രാധയ്ക്ക് ഇതെങ്ങനെ അറിയാം? വേണുവേട്ടൻ പഠിപ്പിച്ചു തന്നതാ. അയ്യോ, ഗട്സ് പൊട്ടിപ്പോയല്ലേ ചേട്ടാ. ഇങ്ങോട്ട് വാ. ഇതേപോലെ നിന്റെ കഴുത്തിലും ഞാനൊന്ന് കെട്ടിയിടും. ഗട്സോ? പൊന്നുകൊണ്ടൊരു താലി. പോ ചേട്ടാ. രാധ കരയാണ്. ആവശ്യത്തിലധികം കണ്ണുനീര് രാധയുടെ കയ്യിൽ സ്റ്റോക്കുണ്ടെന്ന് എനിക്കിവിടെ വന്നേ അന്ന് തന്നെ മനസ്സിലായി. ഇങ്ങനെ കരഞ്ഞു തീർത്താൽ ശരിക്കൊരു ആവശ്യം വരുമ്പോ കണ്ണുനീര് ആരോടെങ്കിലും കടം വാങ്ങേണ്ടി വരും. എന്തു ഞാൻ രാധയ്ക്ക് YWCയിൽ ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. പക്ഷേ ജോലി കിട്ടിയാൽ അവിടെ തന്നെ താമസിക്കുമെന്നാണ് അവരുടെ നിയമം. വേണുവിനെ കണ്ടു കിട്ടാത്തത് ഞാൻ അന്വേഷിക്കാത്തത് കൊണ്ടാണെന്ന് രാധയ്ക്ക് തോന്നുന്നുണ്ട്. ഞാൻ ദിവസവും അന്വേഷിക്കുന്നുണ്ട്. മദ്രാസിൽ നിന്നും ഏരിയ മാനേജറായി പ്രൊമോഷനോട് കൂടിയാണ് അദ്ദേഹം വരുന്നത്. രാധയുടെ നല്ല കാലം അടുത്തെന്നാ തോന്നുന്നത്. അതിലേ നാളെ രാവിലെ ജോലിക്ക് പോകാൻ റെഡിയായി എന്നോണം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇറക്കടാ. എത്രയായി? 10 രൂപ. അരട്ടെ സാർ. റൈറ്റ്. എടാ അറിയാ, നിന്നെ കണ്ടിട്ട് എത്ര കാലമായടാ. എന്താ അറിയിക്കായിരുന്നത്? ഞാൻ നേരത്തെ പോകുന്നില്ലയാ. നീ വാ, നീ വാ. ഏതായാലും ഇന്ന് ഘോഷിക്കണം. അതിരിക്കട്ടെ, മദ്രാസിലെ ഗേൾസ് ഒക്കെ എങ്ങനെയുണ്ട്? ഇവനെപ്പോഴും ഈ ഒരു ചിന്ത മാത്രമുള്ള. അയ്യാ, ഒരു ഗുഡ് ന്യൂസ്. എനിക്ക് പ്രൊമോഷൻ കിട്ടി. ഏരിയ മാനേജറായി ഇവിടെ തന്നെ. ഏരിയ മാനേജർ ആയതുകൊണ്ട് സാറിന് ഇനി ഇവിടെ താമസിക്കാൻ അല്പം വിഷമം കാണും. ഞങ്ങളെല്ലാം വഴപ്പന്മാരാണല്ലോ. ഇനി ഞങ്ങളിവിടെ താമസിക്കാൻ സാറിന് ചിലപ്പോൾ ബുദ്ധിമുട്ടായി. എന്തോ വലിപ്പറഞ്ഞായിരിക്കും. എനിക്കിത് കുളിക്കാം. നിക്ക്, നമുക്കൊരു കൂട്ടക്കുളി പാസ്സാക്കാം. നടക്ക് നടക്ക്. മദ്രാസിൽ നിന്ന് വന്നല്ലേ, അവിടെ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ട് വന്ന് പറഞ്ഞു. സമയം കിട്ടുമ്പോഴൊക്കെ ഇനി വരണം. വരാം. YWCയെ താമസമായി കഴിഞ്ഞാൽ ഞങ്ങളൊന്നും മറന്നു കേട്ടോ. മിനിമോളെ, ആന്റി പോട്ടെ. ആന്റി ഞാൻ വീട്ടില്ല. ആന്റി പോവണ്ട. മമ്മി ആന്റിയോട് പോവണ്ടെന്ന് പറയാമേ. മോളെ, ആന്റി കുത്തിവെപ്പിക്കാൻ പോവുക. മോളെ എന്നാ മോളെ ഡോക്ടർ കുത്തിവെക്കും. ആണോ അമ്മി? അതെ. രാധ കയറിക്കോളൂ. പോട്ടെ മോളെ. ടാറ്റാ ടാറ്റാ. ആന്റി കുത്തി വെച്ചിട്ട് വേഗം വരണേ. വരാം മോളെ. പിന്നെ ഡാഡി വേഗം ഇങ്ങ് കൊണ്ടുവരാം. ടാറ്റാ. കണ്ണുകാലാൻ വയ്യാത്തവൻ ഞാൻ വല്ലതും തരണേ. രണ്ട് നാരങ്ങളും തന്നെ.
ഇവൻ എവിടെ നിന്ന് വന്നതാ? നെഞ്ചത്ത് കയറ്റിക്കൂടാ. ആഹാ, തനിക്കപ്പോ കണ്ണു കാണാല്ലേ? അപ്പൊ നീ എന്നെ പരീക്ഷിക്കായിരിക്കും. പോടാ, പോ, പോ. രണ്ടാം അനുവദിയില്ല. സാറേ 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 മനുഷ്യ തെണ്ടാൻ അനുവദിക്കില്ല. തെണ്ടികള്. സാറേ 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 രണ്ട് കണ്ണും കാണാൻ വയ്യ. ഒരു 10 രൂപ തരണേ. അയ്യോ എന്റെ പൊന്നപ്പൂക്ക, 50 പൈസ ഉരുൾ എടുക്കല്ലേ. നല്ല തടിയാണല്ലോടാ, വേലയെടുത്ത് ജീവിച്ചൂടെ? ഈ നല്ല കണ്ണ് എന്തിനാ കാഴ്ചയില്ലെന്ന് പറയുന്നത്? ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ചെല്ലേ. സാറേ സാറേ എന്തെങ്കിലും തരണേ സാറേ. രണ്ട് കണ്ണ് കാണാൻ വയ്യ സാറേ. സാറേ 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 എന്തെങ്കിലും തരണേ സാറേ. സാറേ സാറേ ചേച്ചി ചേട്ടാ ചേട്ടാ എന്തെങ്കിലും തരണം ചേട്ടാ. ചേട്ടാ ചേട്ടാ സാറേ സാറേ ചേട്ടാ 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 എന്റെ കാശ് ചേട്ടാ. ചേട്ടാ 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 എന്റെ കാശ് ചേട്ടാ. എന്നെ എടുത്തു തരണേ ചേട്ടാ. എന്നെ സഹായിക്കണേ ചേട്ടാ ചേട്ടാ. സാറേ 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 ഒരു 10 പൈസ തരണേ സാറേ. കയ്യും കാലും കളന്നവരാണ്. ഒരു 10 പൈസ തരണേ. നിങ്ങളെ പോലെ കയ്യും കാലും ഉണ്ടായിരുന്നവനാണ് സാറേ. ഞാൻ നല്ല റെസ്പെക്ടബിൾ ഫാമിലിയിൽ നിന്ന് വന്നവനാണ് സാറേ. സാറേ സാറേ ഒരു 10 പൈസ. അമ്മച്ചി അമ്മച്ചി ഒരു 4 തരണേ. അല്ലേ അയ്യോ അയ്യോ സാറേ 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 സഞ്ചിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ സാറേ? സാറേ സാറേ ഒരു 10 പൈസ തരണേ. കയ്യും കാലും കളന്നവനാണ്. അയ്യോ സാറേ 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 ബസ്സിലിരിക്കും സാറേ. സാറേ സാറേ നോട്ടാണെങ്കിൽ ചില്ലറ തരാം സാറേ. സാറേ സാറേ കയ്യും കാലും കളന്നവനാണ്. സാറേ സാറേ ഇങ്ങോട്ട് പോയി കയ്യും തലയും പുറത്തെടുത്ത് കേട്ടാ. എന്നെ പോലെ ആയിപ്പോ സാറേ. സാറേ 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 കൈ ഹലോ ആ ആൻറ്റി